മറ്റു വാർത്തകൾ കൂടി നോക്കാം. മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ് ഇപ്പോൾ. അതിനിടയ്ക്കാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. കേസുകളിൽ പ്രതികളായ കോൺഗ്രസ് MLAമാർ രാജിവെച്ചിട്ടില്ല എന്ന വാദമാണ് CPM നേതാക്കൾ ഇപ്പോഴും ഉയർത്തുന്നത്. സെക്രട്ടേറിയറ്റിന് ശേഷം എന്തെങ്കിലും പുതിയ തീരുമാനം ഉണ്ടാകുമോ എന്നറിയാം. ഇത്തരം ഒരു വാദത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് CPIയുടെയും നിലപാട്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചതാണ്. എന്നാൽ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്ന ആനി രാജയെ ബിനോയ് വിശ്വം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കാര്യം പറയേണ്ടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്നും വിഷയത്തിൽ CPIയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയുന്നത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. നിങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നതിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്. ആനി രാജ NFIW നേതാവാണ്. ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറി. അതെല്ലാം പാർട്ടിക്കേക്കുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. ഇന്ന് അറിയാത്ത ഏതെങ്കിലും ആളുകളെ CPIയുടെ പ്രത്യേകത. ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് CPI. കാര്യങ്ങളിലൊക്കെ കാഴ്ചപ്പാടുണ്ട് LDF. ഇടതുപക്ഷം എന്നാൽ ഒരു വാക്കല്ല. ആ ഇടതുപക്ഷത്തിന് എല്ലാത്തിനും സാമൂഹിക പ്രശ്നങ്ങളും ആശയ പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. അത് LDFനുണ്ട്. ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും എത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPI, പ്രതിജ്ഞാബദ്ധമാണ് CPM. അതുകൊണ്ട് തന്നെ ഒരു CPIയും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം എന്ന് അറിയുവാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ നേതാക്കൾ AKG സെന്ററിൽ നിന്ന് പുറത്തുവരും. അതിനിടെ മുകേഷ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു. അദ്ദേഹം എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അഭിഭാഷകരുമായി മുകേഷ് കൂടിക്കാഴ്ച നടത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇതുവരെ മുകേഷിന് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് മുകേഷിന്റെ അഭിഭാഷകനായ ജിയോ പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. മുകേഷ് വരേണ്ടതുണ്ട്. അഭിഭാഷകനായിട്ട് സംസാരിക്കുകയും കേസിനെ കുറിച്ച് വിവരങ്ങൾ തരികയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായ ഒരു ധാരണയില്ല. മുകേഷ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രോസ് ചെക്കിംഗ് ആണ് സത്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക വഴിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. നമുക്ക് പക്ഷേ ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ നോട്ടീസ് ലഭിക്കുന്നത് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടിയുടെ രഹസ്യമൊഴി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ചും നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെയും ശക്തമായ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ സംഘടനകൾ മുകേഷിനെതിരെ നടത്തിയിരുന്നത്. അതിൽ കോൺഗ്രസും BJPയും ഉണ്ടായിരുന്നു. യുവമോർച്ചയുടെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധം ഇന്നലെയും കണ്ടതാണ്. ഇന്നും ശക്തമായ പ്രതിഷേധം മുകേഷിനെതിരെ നടത്തുകയാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജി ആയിരിക്കണമെന്ന് ഇടതുപക്ഷത്തെ പ്രമുഖ ആളുകൾ പോലും, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ പോലും ആവശ്യം ഉന്നയിച്ചതാണ്. ഇപ്പോൾ പ്രതിപക്ഷം കൂടുതൽ ശക്തമായി തന്നെ പ്രതിഷേധ രംഗത്തുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് മഹിളാ കോൺഗ്രസിന്റെ
ഈ പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ മുകേഷിന്റെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ മാധവത്തിലേക്ക് ഇന്നലെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം എറണാകുളത്ത് എത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് മുകേഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു. രഹസ്യമൊഴി എടുത്തതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്നാണ് മുകേഷിനും മണിയമ്പിള്ള രാജുവിനും ഇടവേള ബാബുവിനും ജയസൂര്യക്കുമെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി എടുക്കുക. ഇവരുൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു പരാതി. അവരുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതാണ്. അവരുടെ രഹസ്യമൊഴിയാണ് ഇന്ന് അന്വേഷണ സംഘം മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താൻ പോകുന്നത്.